തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവതിയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ദന്തഡോക്ടറായ സൗമ്യയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചു. കമലേഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, പോലീസ് എന്താണ് പറയുന്നത്? ഇത് കൊലപാതകമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ? എന്താണ് ഈ മരണത്തെക്കുറിച്ചുള്ളൊരു പ്രാഥമികമായ വിലയിരുത്തൽ പോലീസിൻ്റെ? സിജു, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇവരെ ഈ സൗമ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവരുടെ 2 നില വീടാണ്. ഈ വീട്ടിലെ മുകളിലത്തെ നിലയിലെ ബാത്റൂമിലാണ് ഇവരെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവരുടെ ഭർത്താവിനോടും ഭർത്താവിൻ്റെ അമ്മയോടും ഒപ്പമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഭർത്താവിൻ്റെ അമ്മ താഴത്തെ നിലയിൽ കിടപ്പിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രി 2 മണിയോടുകൂടി ഭർത്താവിൻ്റെ അമ്മയുടെ കൂടെയാണ് ഇവർ കിടന്നിരുന്നത്. പക്ഷേ 2 മണിയോടുകൂടി ഇവരെ കാണാത്തതുകൊണ്ട് മകനെ ഫോണിൽ വിളിച്ച് അവളെ കാണുന്നില്ല എന്ന് പറയുകയായിരുന്നു. അതിനുശേഷം അന്വേഷിച്ചപ്പോഴാണ് മുകളിലത്തെ നിലയിൽ ബാത്റൂമിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തുന്നത്. പാറശാല പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത് ഇവരുടെ കഴുത്തിലും കൈ ഞരമ്പും മുറിക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയാണ് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇവർ ദന്ത ഡോക്ടറാണ്, പക്ഷേ ഇവർക്ക് ജോലിയൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് കുട്ടികളില്ല. ഈ 2 വിഷയത്തിലും ഇവർ വലിയ മനപ്രയാസം അനുഭവിച്ചിരുന്നതായി ചില മൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് പോകുന്നത്. ഈ മൃതദേഹം ആദ്യം നിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതായാലും പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത് ഇവർ കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് നടക്കാതെ വന്നപ്പോൾ സ്വയം കഴുത്തറുക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി വ്യക്തമാക്കുന്നത്. ഏതായാലും ദന്ത ഡോക്ടറായ ഒരു യുവതിയാണ്. 31 വയസ്സാണ് സൗമ്യക്കുള്ളത്. ഇതോടൊപ്പം തന്നെ തനിക്ക് ജോലിയില്ല എന്നതിനൊപ്പം തന്നെ കുട്ടികളില്ലാത്തതും ഇവരുടെ ഒരു മനോവിഷമമായി ഇവർക്കുണ്ടായിരുന്നു എന്ന നിലയിലുള്ള കാര്യങ്ങളാണ്. സൗമ്യ ദന്ത ഡോക്ടറായി എവിടെയും പ്രാക്ടീസ് ചെയ്യുന്നില്ലായിരുന്നോ? പക്ഷെ നിലവിൽ ജോലിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എവിടെയും ജോലി ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ഒരു പ്രയാസമായി അവരുടെ മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളില്ലാത്തതും വലിയ മനപ്രയാസമായി അവരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ മാതാവും ഈ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവരിൽ നിന്നായിരിക്കണം ഒരു പക്ഷേ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ശേഖരിച്ചിട്ടുണ്ടാവുക. പ്രാഥമികമായ ഒരു നിഗമനത്തിൽ പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നു ഇവർ സ്വയം കഴുത്തറുത്ത് മരിച്ചു എന്നത് തന്നെയാണ്. സിജു. കമലേഷ്, ഭർത്താവും ഡോക്ടറാണോ? എന്താണ് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? സിജു, അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. നിലവിൽ ലഭിച്ച പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. അതായത് ആദ്യം ഈ സൗമ്യ ദന്ത ഡോക്ടറായ സൗമ്യ വിരൽ, അതായത് കൈയിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷം സ്വയം കഴുത്തറുത്ത് മരിക്കുകയായിരുന്നു എന്നുള്ള പ്രാഥമിക വിലയിരുത്തലാണ് പോലീസിൻ്റേത്, അല്ലേ? ഇവർ ഈ പാറശാല സ്വദേശികൾ തന്നെയാണോ? അതെ, തീർച്ചയായും. പാറശാലയിലെ നെയ്യാറ്റിൻകര കൊറ്റാമം സ്വദേശികളാണ് ഇവർ. അവരുടെ വീട് കൊറ്റാമത്താണ്. 2 നില വീടാണ്. ഈ വീട്ടിലെ മുകളിലത്തെ നിലയിലാണ് ഇവർ മരിച്ച നിലയിൽ രാവിലെ കണ്ടെത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ ആദ്യം കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തി. എന്നാൽ അത് സാധിക്കാതെ വന്നതോടുകൂടി സ്വയം കഴുത്തറുക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രാഥമികമായി പോലീസ് എത്തിയ അന്വേഷണം, അതായത് പാറശാല പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സിജു. ശരി, കമലേഷാണ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്. പാറശാലയിൽ ദന്ത ഡോക്ടറായ യുവതിയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ.